ഇന്ന് ആക്ച്വലി ഞാനും അനിയനും കൂടിയിട്ട് നമ്മളൊരു സ്റ്റെക്കേഷന് വേണ്ടി പോവാണ്. ഒരു നൈറ്റ് നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ 3-4 ട്രിപ്പ് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാമിലി ആയിട്ടുള്ള ട്രിപ്പ് വേണമെന്ന്. എൻ്റെയും ഒരു കുറേ കൊല്ലത്തൊരു ആഗ്രഹമാണ് ഫാമിലിയുടെ ഒരു ട്രിപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് കാട്ടിത്തരണം, ഒരു വ്ളോഗ് കാട്ടിത്തരണം എന്നിട്ടുണ്ട് ഫാമിലിയുടെ ഒപ്പം ട്രിപ്പ് പോയിട്ട്. എന്തായാലും അതിനോടനുബന്ധിച്ചിട്ട് വീട്ടിൽ ഒരു സംഭവം പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അനിയനെയും കൊണ്ട് ഒരു ദിവസം വേണമെങ്കിൽ പൊക്കോ എന്നുള്ളത്. കാരണം ഒരു ദിവസം താമസിച്ചിട്ടുള്ള ഇതിനൊന്നും അനിയനെ വിടില്ല കേട്ടോ. പ്രത്യേകിച്ച് ഡാഡി അമ്മി സമ്മതിക്കില്ല. കാരണം രണ്ടാളും വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ അവർക്കും ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇന്ന് ആക്ച്വലി പറഞ്ഞിട്ടുണ്ട് നമ്മൾ തൊട്ടടുത്തൊരു ഇതിലേക്കാണ്, എന്താ പറയുക, ഒരു മെട്രോ സിറ്റിയിലേക്കാണ് പോണതെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. സോ നമ്മുടെ ഇവിടെയൊക്കെ ഫുള്ള് ക്ലീൻ ആയിട്ടിരിക്കുന്നത് ഒക്കെ പുറത്തിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഞായറാഴ്ച റേസ് വരുന്നുണ്ട്. മൈ സെക്കൻഡ് റേസ് ഇൻ മൈ ലൈഫ്. ദൈവേ പറഞ്ഞ ഇംഗ്ലീഷ് സെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇതുവരെ സൈക്ലിംഗ് ഇതിൽ വന്നിട്ട് എൻ്റെ 2ാമത്തെ റേസാണ് കേട്ടോ. എൻ്റെ ലൈഫിലത്തെ 2ാമത്തെ റേസാണ് ഈ വരുന്ന ഞായറാഴ്ച ഞാൻ ചെയ്യാൻ പോണത്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരും. ഇന്ന് നമ്മൾ ആക്ച്വലി അനിയനെയും കൊണ്ട് ചെറിയൊരു സ്റ്റെക്കേഷന് വേണ്ടി പോവാണ്. അനിയൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എക്സൈറ്റഡ് ആണോ? ഫാൻ്റെ അടിയിൽ നിൽക്കാൻ പോകാൻ ചൂടെടുത്തിട്ട് പോയിട്ടില്ല, വയർത്തു അല്ലേ? ഞാൻ മോയ്സ്ചറൈസ് ക്രീമും സൺസ്ക്രീമും ഒക്കെ തേച്ചിട്ടുണ്ട്. അർമാനിയുടെ ഒരു ഫുൾ സ്ലീവ് ഇത് ഇട്ടിട്ടുണ്ട്, ബാഗി പാൻറ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഇതേതാ കോൺവേഴ്സിന്റെ ഒരു ഷൂ ഇട്ടിട്ടുണ്ട്. ഫുള്ള് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി എന്നിട്ട് വാങ്ങണം എന്ന് പറഞ്ഞാൽ നിനക്ക് പുറത്ത് പോകുമ്പോ എന്ത് ഷെയ്ഡ്സ് വാങ്ങണം എന്ന് പറയുന്നുണ്ട്. എക്സൈറ്റഡ് ആണോ? ഇന്ന് അവിടെ പോയിട്ട് ഏതാ സ്ഥലം എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ പോകുമ്പോ എന്തൊക്കെ പരിപാടികളുള്ള പ്ലാൻ ഉണ്ടാ? ലുലുമാള് പാലക്കാടും കൊച്ചിയിലും ഉണ്ട്, ഹൈദരാബാദും ഉണ്ട്, അവിടെ ബാംഗ്ലൂരും ഉണ്ട്, എവിടേക്കുണ്ട്, ദുബായിലുണ്ട് ലുലുമാള്. ഏത് വേണേലും ഗസ് ചെയ്യാം. അമ്മ വരട്ടെ? ഏതാ ഈ വീട്ടിക്ക് ഞാൻ വിളിച്ചു എത്ര വട്ടം വിളിച്ചാന്നറിയോ? ഞങ്ങളവിടെ AC കിടന്നുറങ്ങും, നിങ്ങളിവിടെ ചൂട്ടത്ത് കിടന്നു. അല്ല, നിങ്ങളുടെ റൂമിൽ നല്ല തണവുണ്ട്. പക്ഷെ എൻ്റെ പൊന്നെ ഇപ്പോഴത്തെ ചൂട്, ഞാൻ കാലത്തൊക്കെ എണീക്കുമ്പോൾ എൻ്റെ പുറമൊക്കെ വയർത്തിട്ട് കഴുത്തിൻ്റെ ഇവിടെ ഒക്കെ നല്ല വയർപ്പ്. എന്നിട്ട് അമ്മയുടെ റൂമിലുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട് അണ്ടർഗ്രൗണ്ട് ആണ്. അപ്പൊ താഴത്ത് നിങ്ങളുടെ റൂമില് ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല കേട്ടോ. താഴത്ത് ചെറിയൊരു തണവുണ്ട്. കാരണം കുഴപ്പമില്ല, പക്ഷെ നിങ്ങളുടെ റൂമിൽ കുഴപ്പമില്ല. എൻ്റെ റൂമിൽ കുറച്ച് കൺജസ്റ്റഡ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇരിക്കാൻ പറ്റും. ചൂടുണ്ട്, 40 കൂടുതൽ 40 ഡിഗ്രിയാണ്. സോ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്തായി? ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് ഇടാനുള്ള ഷൂ ആട്ടോ. അവൻ ബാഗി പാൻറ് പുതിയത് എടുത്ത അതിൻ്റെ സ്റ്റോറി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്, എങ്ങനെയാണ് ഈ സാധനം എടുത്തതെന്നുള്ളത് കേട്ടോ. സോ അതുകൊണ്ട് നമ്മൾ പ്യൂമയുടെ ഈ സാധനം ഷൂ നമ്മൾ എടുക്കാറിടാം. ഇവിടെയൊക്കെ കരിമ്പനടിച്ചോണം ഇല്ല അല്ലേ? കരിമ്പനടിച്ചിട്ടില്ലല്ലോ. ഇത് ഞാൻ ഇടാന്ന് വിചാരിച്ചു. എല്ലാം അവൻ അങ്ങോട്ട് ഏതാ ശരിയല്ല, എല്ലാം കൂടി ഇവൻ മെനഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് വേണ്ടി വേണ്ടേ? ഏത് ഇതല്ലേ? ഇത് നല്ലതാ. പക്ഷെ ലുക്ക് ഇവനാ വരണ. ഞാൻ എന്തിട്ടൊരു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ജാക്കറ്റാണ്. ഈ ജീൻസ് അടിപൊളിയാ. പക്ഷെ ഇപ്പൊ ഈ ഇടയായിട്ട് കൂടുതൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ സ്കിൻ ഫിറ്റ് ഇപ്പോഴും ആ ഒരു ജനറേഷൻ ആണല്ലോ. ഇവൻ ഒന്നുമില്ല, പാൻറ്റുമ പിടിക്കാനാ ഈ സാധനം കേട്ടോ. ബാഗി ആയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡ് സാധനങ്ങൾ. സോ ഇതാണ് ബാഗ് വരുന്നത്. ഇതിൽ എന്തിട്ടൊക്കെയാ? ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട്, എൻ്റെ ക്യാമറ എക്യുപ്മെന്റ്സ്, ഇന്ന് രാത്രി ഇടാനുള്ള ഡ്രസ്സ്, ബ്രഷ്, പേസ്റ്റ്, സൺസ്ക്രീം സാധനങ്ങൾ. ഒരു ദിവസം നിൽക്കുന്നുള്ളൂ നമ്മള്. സോ ഞാനെന്നാ ഏതാ നാളെ ഇത് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഒന്ന് അതാണ് അവിടെ AC-യിലാണ്. സത്യം പറയാലോ. അല്ല, അവിടെ പോയിട്ട് മാളുടെ AC ആണല്ലോ. ഇല്ല, ഇന്ന് മാളും അങ്ങനത്തെ തിളക്കിയാ. മറ്റേത് പിറ്റേ ദിവസമൊക്കെയാ പോണേ. അപ്പൊ ഇന്ന് 6 മണി വേണമെങ്കിൽ എടുത്ത് പിടിക്കാം. സത്യം പറയുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം, ഒന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങണം. ഒടുക്കത്തെ ചൂടെന്ന് വെച്ചാൽ ഒടുക്കത്തെ ചൂട്. ഞാൻ എന്തായാലും ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം മറ്റേ പുറത്ത് പൂനൈസ്. അപ്പൊ അതിലെന്തായാലും ഒരു സമാധാനം ആവുന്നുണ്ട്. ചൂട് ഒരു രക്ഷയില്ല. കാരണം മഴക്കാർ ചെറുതായിട്ടുണ്ടെന്നുകൊണ്ട് ഞാൻ
പോവാം. പൂരായിട്ട് എറണാകുളത്തേക്ക് പോണ തൃശ്ശൂർക്കാര്. അങ്ങനെയല്ല നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ പൂരം നടക്കുന്നത് നമ്മൾ എപ്പോഴും പോവാറുള്ളത് എപ്പോഴും അവിടെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് വലിയ പൂരം അങ്ങനെ ഒരു ഇതില്ല. വെടിക്കെട്ട് കാണാൻ പോകാറുണ്ട്. പക്ഷെ കുടമാറ്റും കാര്യങ്ങളൊക്കെ പുറത്തുനിന്നുള്ള കുറെ ജില്ലയിൽ നിന്ന് ഒരു ദിവസം ഒരു റൂമിന് വരണത് 10,000 രൂപ ഒരു വീടിന്. 19-ാം തീയതി പൂരത്തിന് ഒരു ദിവസത്തിന് ഒന്ന് ആലോചിക്കുക, 10,000 രൂപ ഒരു വീടിനാണ് പറയണത് കേട്ടാ. ഇൻസ്റ്റാഗ്രാമിൽ ഇത് കണ്ടതാ, ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും. ഫുള്ള് റേറ്റ് ആയിരിക്കും അല്ലേ. എന്തായാലും നമ്മള് പോവുകയാണ് സ്റ്റെക്കേഷന് പോവല്ലേ. സെറ്റ്. ഓ മഴക്കാരുണ്ട് കേട്ടോ, സീൻ നല്ല മഴക്കാരുണ്ട്. സോ പോവാം ഗൈസ്. ടീഷർട്ട് എടുത്ത് വെച്ചോ. സോ പോട്ടെ ഗൈസ്, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാ. സോ ഗൈസ് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ. നമ്മള് പോണത് കൊച്ചിയിലേക്കാണ് ആക്ച്വലി പോണത്. കൊച്ചിയിൽ അവിടെ പോയിട്ടൊന്ന് അവിടെ താമസിച്ച് ഒന്ന് ചില്ല് ചെയ്യുക, അതാണ് മെയിൻ ഉദ്ദേശം വരുന്നത്. ഇപ്പോൾ നമ്മൾ ചാലക്കുടി കഴിഞ്ഞു കേട്ടോ. ചാലക്കുടി നമ്മുടെ ഓവർ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. എന്നോട് ഒരു കമൻറ്റ് ബോക്സിൽ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രോ ഇങ്ങനെ എറണാകുളത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ബൈക്കുമ്പോൾ ഇരുന്നിട്ടും ചെറിയ വ്ളോഗ് ഇതുകളൊക്കെ എടുക്കുക എന്നുള്ളത് കേട്ടോ. ഞാനിപ്പോൾ അനിയനെ കൊണ്ട് ക്യാമറ പിടിപ്പിച്ചിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാമറയിൽ വല്ല MVD ഒക്കെ പിടിച്ച് കഴിഞ്ഞാൽ എന്നെ സത്യം പറയുകയാണെങ്കിൽ പോലീസ് ഇതുവരെ പിടിച്ചിട്ടില്ല കേട്ടോ. ഒരു വട്ടം അങ്ങടാണ് ഇത് പിടിച്ചിട്ട് 5 വർഷത്തെ കാലയളവിൽ കേട്ടോ. എനിക്കിപ്പോൾ ഒരു ലൈസൻസ് കിട്ടിയിട്ട് 5 വർഷമായി ഉണ്ടാവും. 5 വർഷത്തിൽ തന്നെ ഒരു വട്ടം അങ്ങടാണ് പോലീസ് പിടിച്ചിട്ടുള്ളൂ കേട്ടോ, ആകെ കൂടിയിട്ട്. അപ്പോൾ ഞാനങ്ങനെ നിയമം എല്ലാം പാലിച്ച് പോകുന്നൊരു വ്യക്തിയാണ് കേസ്. സോ നമ്മളിപ്പോൾ ചാലക്കുടി ഭാഗത്തെത്തി. മാപ്പിൽ കാട്ടണത് 1:30 ആകുമ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തുന്നതാണ് കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ ലൊക്കേഷനിൽ എത്തുന്നതാണ് മാപ്പിൽ കാട്ടണത്. അപ്പോൾ ഇപ്പോൾ ഫുള്ള് നല്ല മഴക്കാരും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോവാമെന്ന് കരുതുന്നു. മുന്നിൽ പോണ ബസ് നോക്കി, ഓറഞ്ചിൻ്റെ ഒരു സ്ലീപ്പർ ബസ്സാട്ടാ. എൻ്റെ മോനെ വലിയ നല്ല നീട്ടുണ്ട്. NL എവിടെയാടാ? NL അറിയോ നിനക്ക്? രജിസ്ട്രേഷൻ അത് ഞാൻ കണ്ടു. അവിടെ NL അല്ല, NLൻ്റെ ഫുൾ ഫോം ഏതാ സ്ഥലം എന്നറിയില്ല. നോക്കി എൻ്റെ മോനെ നല്ല നീട്ടുണ്ടല്ലോ. ഡബിൾ ഡെക്കറാടാ, ഡബിൾ ഡെക്കർ. NL നാഗാലാൻഡാ? അല്ല, നാഗാലാൻഡ് പോണോ പൊട്ടാ. വീഡിയോ വരണതാ. NL അറിയില്ലേ? നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കി നോക്കട്ടോ മോനെ. സീൻ ബസ് 12:30 മണിയായിട്ടുണ്ടോ? 12:30 മണി. എവിടെയാണ് നമ്മൾ താമസിക്കാൻ പോണ സ്ഥലം വരണത്? ഉച്ച സമയമാണ് കേട്ടോ. അയ്യോ ഗിയർ മാറി. ഉച്ചര സമയമാണ്. സോ നമ്മൾ ഇപ്പോഴത്തെ പരിപാടി നമ്മൾ അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്കുക. ഉച്ചയ്ക്ക് ഫുള്ള് ഇതാണ് ലൊക്കേഷൻ വരുന്നത് കേട്ടോ. ഇതാണ് ലൊക്കേഷൻ. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഹോസ്റ്റലാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ട് മോനെ? ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ശരിക്കും ഇവിടെ 18+ ആണ്. ഇവന് 17 വയസ്സായിട്ടുള്ള ശരിക്കും. നൈസ് വൈബായി ഉണ്ടാ. ആ വൈബൊന്നും ഇവിടെ കണ്ടുപഠിക്കാൻ നിൽക്കണ്ട കേട്ടോ. ചവിട്ട് ഞാൻ പിടിച്ച്. അതാണ് 18 വയസ്സിന് മേലെയുള്ളവർ ഇവിടെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ. എടാ അത് ഇവിടെ ക്യാമ്പ് ഫയർ കത്തിക്കാൻ വേണ്ടിട്ടാ ലൈറ്റർ. എന്തേ വേറെ നിനക്ക് വല്ലതും അറിയോ? അതുകൊണ്ട് ലൈറ്റർ ഉണ്ട്. ചവിട്ട് ഞാൻ പിടിച്ച്. അപ്പോൾ ഇതാണ് കേട്ടോ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ വരണേ. അപ്പോൾ റൂം ടൂർ പോകാൻ കാട്ടിത്തരും. എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. സോ ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെക്കിനും കാര്യങ്ങളും എന്നിട്ട് കൈമെന്നിട്ട് അവരുടെ ഒരു ബാൻഡ് കിട്ടിയിട്ടുണ്ട്. അതെല്ലാവർക്കും ഉണ്ടെന്ന് തോന്നിട്ടാ. ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഷൂ അവിടെ വെക്കണം. ആ റൂം വർക്കിംഗ് ഏരിയ. വർക്ക് കാര്യങ്ങളൊക്കെ നിനക്ക് വല്ല വർക്ക് ഉണ്ടോ? പണിയുണ്ടോ? ഇവിടെ വരാ, കിടന്നുറങ്ങാം, ഫുഡ് അടിക്കുക, ആ പരിപാടിയാണ് കേട്ടോ. സോ ഇവിടുത്തെ ഭാഗം കാട്ടി കൊടുക്കടാ. ഇവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. ക്യാരം ബോർഡ് കളിക്കാൻ ഇഷ്ടമാണോ? ക്യാരം ബോർഡ്, പ്ലേ ഏരിയ. പിന്നെ എന്നിട്ടാ അത് കളിച്ചിട്ടുണ്ടോ? അത് കളിച്ചിട്ടില്ല? ഇതിനെന്താ പറയാന്നറിയോ? എന്നിട്ടാ ബ്രോ ഇതിന്റെ പേരെന്തായിരുന്നു? ഫസ്റ്റ് ബോൾ. FUSS
ഫുട്ബോളിന്റെ കൈ കൊണ്ടുള്ളത് ബോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും, ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാവും, ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇങ്ങനൊരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടെ ഉണ്ടാവടാ, അതെ ഇതുണ്ട് ഉള്ളിലിവിടെ വെക്കുക. 2 പേര്. നീ ഏതാ ടീം? നീല റെഡ്, ഞാൻ റെഡ്. അപ്പോൾ ഇത് രണ്ടും ജസ്റ്റ് ഇങ്ങനെ തട്ടി ഗോൾ അടിക്കുക. നമ്മൾ ഇന്നലെ ബിഗ് ബോസിൽ കണ്ടില്ലേ, അത് കാലുകൊണ്ടായിരുന്നു ഇരുന്നിട്ട്. ഇത് കൈ കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ കളിക്കാം, രാത്രി കളിക്കാം. യൂണോ അറിയോ നിനക്ക്? ഇത് യൂണോ കാർഡാണോ? യൂണോ കാർഡല്ല, നോർമൽ ചീട്ടാണ്. ഇവിടുത്തെ സ്പേസ് ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ പിന്നെ ഒരു കോമൺ ഫുഡ് ഏരിയ ഉണ്ട്. പുറത്തെ ഫുഡ് ഏതാ നമ്മൾ 2-3 ആൾക്കാരൊക്കെ. പക്ഷെ ഇവിടത്തെ ഏറ്റവും വലിയ വൈബ് എന്ന് പറയുന്നത് സോളോ ആയിട്ട് ഞാൻ ആക്ച്വലി ഇവിടെ ചൂസ് ചെയ്യാൻ സോസ്റ്റിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ വീഡിയോ ഇടണമെന്ന് ഓർമ്മയുണ്ടോ? അതിൽ വീഡിയോ ഇടുന്നത് സോളോ ആയിട്ട് ട്രാവൽ ചെയ്ത് വരുന്നവരായിട്ട് കമ്പനി അടിക്കാൻ പറ്റും. അത് വേറൊരു വൈബാണ്. ഫ്രണ്ട്സ് എല്ലാവരും ആയിട്ട് വരുന്നത് വേറെ വൈബാണ്. പക്ഷെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ ഒപ്പം ഒരു റൂമിൽ നമ്മൾ താമസിച്ച് അവരായിട്ട് കമ്പനി അടിച്ച് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അങ്ങനെ വരുന്നതും വേറൊരു വൈബാണ്. കാരണം നീ ഇപ്പോൾ ആദ്യമായിട്ടാണ് ടൂർ വരുന്നത് എൻ്റെ ഒപ്പം. സോഷ്യലിലേക്ക് ആദ്യമായിട്ട് ടൂർ വരുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എപ്പോഴും ഫ്രണ്ട്സിൻ്റെ ഒപ്പം ടൂർ വരാൻ പറ്റില്ല. കാരണം എൻ്റെ ഒരു പ്രൊഫഷൻ ഇതായതുകൊണ്ട് എനിക്ക് എപ്പോഴും യാത്ര ചെയ്യണത് കൊണ്ട് എൻ്റെ ഒപ്പം അങ്ങനെ ആരും വരില്ല. ഒറ്റയ്ക്കാണ് ഞാനിപ്പോഴും ട്രാവൽ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാറ്റഗറിയിൽ വരുമ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും അടിപൊളി കേട്ടോ. സോ ഇതാണ് സോഷ്യലിൻ്റെ ഉള്ളിലത്തെ ഒരു ഭാഗം. ഇവിടെ ഒരു ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ജങ്ക കളിച്ചിട്ടുണ്ടോ നീ? ഞാൻ മുമ്പ് കളിച്ചിട്ടുണ്ട് ജങ്ക. അറിയോ നീ കളിക്കാൻ? ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു സംഭവമായിട്ട്. ഇതൊക്കെ രാത്രി കളിക്കാട്ടോ നമുക്ക്. ജങ്ക ജങ്ക കളിക്കാൻ രാത്രി. പിന്നെ എന്നിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ജാം ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ വയലിനോ ഗിത്താറ് കാര്യങ്ങൾ. ഇവിടെ ഇതെന്നിട്ടാ പാമ്പും കൂടിയാണോ അത്? ഈ ബോർഡ് ലുഡോ അല്ലേ? ലുഡോ ആണ് കേട്ടോ. സോ ഇവിടുത്തെ ഒരു സെറ്റപ്പ് ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഇതൊക്കെ ഈ വെച്ചല്ലേ റൂം കാട്ടിത്താ. നമ്മുടെ ഡോർമെറ്ററാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. റൂമിന് 2000 സംതിങ് ആണ്. ഡോർമെറ്ററി ആകുമ്പോൾ 700, ഒരാൾക്ക് 650 രൂപ. ഒരു ബെഡ്. അവൻ്റെ ചിരി, അവൻ്റെ മുഖത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് പൊളിച്ചില്ല. അടിപൊളിയാ, വൈബായിട്ടില്ലേ? തുറക്ക് 104 നമ്മുടെ ഇത് വരണത് കേട്ടോ. ലൈറ്റ് എല്ലാം ഇട്ട് വെച്ചോ, മോട്ടറല്ല, ഇവിടെ മോട്ടർ എന്തിനാ? ഇതാണ് നമ്മുടെ സ്ഥലം വരുന്നത്. ഡോർമെട്രി കേസ്. ഇവിടെ ഒരാളുണ്ട്, അവിടെ ഒരാളുണ്ട്. അങ്ങനെ കുറച്ച് പേരുകളുണ്ട്. കയറി കിടക്ക്. ഇങ്ങനത്തെ ഒരു ബെഡ്മ കിടന്നുണ്ടോ നീ? AC ഓൺ ചെയ്തിട്ടുണ്ട്. ഫുള്ള് സെറ്റ്. നീ കയറി കിടക്കാൻ പോകണ്ട. ഈ നമ്മുടെ റൂമിൽ ഇങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്യാം. ആ സ്പേസ് ഞങ്ങളുടെ റൂം ചെറിയൊരു റൂമാണ് കേട്ടോ. ഞാൻ കയറി പോണ്ട് മേലേക്ക്. നല്ല ബെഡാ? ചാടി നോക്കിയേ. കുഷിയൻ നല്ല ബെഡാണോ? നമ്മുടെ ചകിരി ബെഡാ. മറ്റേ ചകിരി പോലത്തെ ഒരു ബെഡ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരുടെ വീട്ടിലും അങ്ങനത്തെ ഒരു ബെഡായിരിക്കും. ഇത് എന്താണെന്നറിയോ? ഇതിൻ്റെ ഉള്ളിലാണ് സാധനങ്ങൾ ഇടാ. ഫോൺ, അങ്ങനെ ചാർജിങ് സംഭവങ്ങൾ രാത്രി കിടക്കുമ്പോ. പിന്നെ പേടിയുണ്ടോ നിനക്ക്? സ്വപ്നം കണ്ട രാത്രി സംസാരിക്കാനൊന്നും പാടില്ല കേട്ടോ ഇവിടെ. രാത്രി എടാ വേണ്ട മതിടാ, അങ്ങനത്തെ ഡയലോഗുകൾ അടിക്കാറില്ലേ ഉറങ്ങുമ്പോ? അതൊന്നും പറ്റില്ല കേട്ടാ. ആ സംഭവങ്ങളും കാര്യങ്ങളൊന്നും പറ്റില്ല. ഡോർ എപ്പോഴും ക്ലോസ് ചെയ്ത് തരണം കേട്ടോ. ഏസി ഇട്ടിട്ടുള്ള കാരണം ഡോർ എപ്പോഴും ക്ലോസ് ചെയ്യണം ഗൈസ്. ഡോർ ക്ലോസ് ചെയ്ത് ഇത് ഞാൻ നിൽക്കണ് ഒരു സ്റ്റെക്കേഷൻ. പൊളിച്ചില്ലേ? ഞാനിവിടെ താഴെ കിടക്കും, അനിയനിവിടെ മേലെ കിടക്കും. ഉച്ചയ്ക്ക് എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടേ? ചട്ടിച്ചോറ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ AC ഇരുന്ന് സമാധാനമായിട്ട് അടിയിൽ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാന്നുണ്ടല്ലേ, അവിടെ ഇരുന്ന് കഴിക്കാം. അപ്പം ഇവിടെയാണ് നമ്മൾ കിടക്കണത്. ടോയ്ലറ്റ് കാട്ടി താങ്ങി, ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ആക്ച്വലി നമ്മുടെ സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഓരോ ലോക്കറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ലോക്കറും കാര്യങ്ങളും വീഴോ നീ? നിങ്ങൾക്ക് പരിചയമുണ്ട? ഇവ രാത്രി ഒച്ചയും ബഹളം ഉണ്ടാകൂടെ? എനിക്കതാ പേടി. സൗണ്ട് ഇല്ലാണ്ട് കിടക്കണം കേട്ടോ രാത്രി. ഇതാ ടോയ്ലറ്റും കാര്യങ്ങളും കാട്ടിത്തരാം. ഇതാണ് ടോയ്ലറ്റും കാര്യങ്ങളും. അത്യാവശ്യം ക്ലീനാണ്. ടിഷ്യൂ ഉപയോഗിക്കാറിയോ? ടിഷ്യൂടെ ഇവിടെ ടിഷ്യൂ ഉണ്ട്. ടിഷ്യൂ ഉണ്ട് ഇവിടെ. അപ്പോൾ ബാത്റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സെറ്റല്ലേ? പൊളിയല്ലേ? ഞങ്ങള് വീട്ടിൽ നിന്ന് ഹോസ്റ്റലല്ല, വീട്ടിൽ നിന്ന് പുറത്ത് നമ്മളൊരു സ്ഥലത്ത് താമസിച്ച്
ചില്ല് ചെയ്ത് ഫുഡ് അടിച്ച് ഒരു സ്റ്റെക്കേഷൻ പോലെ സംഭവം കഴിച്ച് അല്ലേ? കുറച്ചാളോട് ഒരു 10 ദിവസം ഇടുക്കി ഞാൻ പിടിച്ച്. അനിയന് വെക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് കൂടുതൽ വ്ളോഗുകൾ വേണമെങ്കിൽ ചെയ്യാം. നിനക്ക് വെക്കേഷൻ സോസ്റ്റല് വേണ്ട, ആദ്യം കണ്ണ് പോയത് ലൈറ്ററും വയ്ക്കുക. ആദ്യം പോയത് ലൈറ്ററും സെൻട്രൽ ഫ്രഷറും വയ്ക്കുക. എന്തിനാന്ന് ഞങ്ങൾക്ക് അറിയില്ല, എന്നാലും ആദ്യം എനിക്കറിയില്ല. നിനക്കറിയോ? അറിയോ? ആ അപ്പോൾ ആ ബെഡ് ലാമ്പ് ആ സ്വിച്ച് ഉണ്ട്, അവിടെ ഓൺ ചെയ്യാം ആദ്യം. ആ സ്വിച്ച് ഓൺ ചെയ്യും. ഇനി അവിടെ ഓൺ ചെയ്ത് നോക്കിയേ, കണ്ടാ? ആ മേലുണ്ട്. നീ ബുക്ക് വായിക്കോ? ബുക്ക് വായിക്കാറില്ലല്ലോ. അപ്പം അതിൻ്റെ ആവശ്യമില്ല, മൊബൈൽ നോക്കാൻ ബെഡ് ലാമ്പിൻ്റെ ആവശ്യമില്ല. വായോ. സോ സാധനം സെറ്റായിട്ടുണ്ട്. ഇവിടെ ഫ്രഷ് ആവാം, കുളിക്കണമെങ്കിൽ കുളിക്കാം. എന്നിട്ട് കുലിങ്ങാണ്ട് ഏത് അത് വെല്ലോരുടെ സാധനങ്ങൾ ഫുഡ് നടപ്പാന്ന് കരുതിട്ടാ. അങ്ങനത്തെ മര്യാദകളൊക്കെ ഇവിടെ കീപ്പ് ചെയ്യണം. നമ്മൾ റൂമിൽ നിൽക്കണോളല്ല, വീട്ടിൽ നിൽക്കണോളല്ല. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. ഫുഡ് അടിക്കാം ഗൈസ്. വിശക്കുന്നുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 1:15. ഫുഡ് അരമണിക്കൂറിനുള്ളിൽ വരുന്നതാണ് തോന്നണത്. ഫുഡ് അടിക്കാം. പണിയെടുപ്പിക്കാം. അത് ശരി. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകണം. ഫുഡ് കഴിക്കണേക്കാട്ട് പിന്നെ പാത്രം കഴുകണം. രണ്ട് പാത്രം അരച്ച് എടുക്കുക. അതുകൊണ്ട് നല്ലോണം. പിന്നെ നീ എന്നിട്ട് വിചാരിച്ച വെറുതെക്ക് എല്ലാം കിട്ടുന്ന സോപ്പിട്ട് കഴുകണണ്ടാ. എന്തേ കണ്ട? തിങ്ക് യുവർ ഡിഷസ് ഡോണ്ട് ഡു ദംസെൽഫ്. ഇഫ് യു യൂസ് ദം വാഷ് ദം. വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. വീണ്ടും വിളിക്കണ്ടല്ലോ. ഹലോ ഏതാ? നമ്മൾ ഇന്നലെ സ്പീഡോമീറ്ററിൻ്റെ ഒരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ റിട്ടേൺ ചെയ്യാനുണ്ട്. അതിൻ്റെ കോളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കാനുണ്ട്. നമ്മൾ പൊതിച്ചോറ്, തറവാട് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് പൊതിച്ചോറ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നോൺ വെജ് പൊതിച്ചോറ്. വേറെ പ്രത്യേകിച്ചൊന്നുമല്ല. ആക്ച്വലി അനിയന് ഒന്നര ഇതിൽ മൊന്തയിൽ അതങ്ങനെ പറഞ്ഞാൽ പോരാ. ഒരു വലിയൊരു വട്ടകയിൽ മന്തി റൈസ് കൊടുത്താലും അവന് വീട്ടിൽ വന്ന് ചോറുണ്ടാണ് കേട്ടോ. അതാണ് എനിക്ക് മന്തിയും ബിരിയാണിയൊന്നും വാങ്ങി തരാത്തത്. പൊതിച്ചോറാകുമ്പോൾ പരിപാടി കഴിഞ്ഞല്ലോ. ഇന്നലെ തീർന്നില്ല, കുഴപ്പമില്ല. ഹാഫ് മന്തി ഓർഡർ ചെയ്തിട്ട് അത് ഫുള്ള് കഴിച്ചു. എന്തിൻ്റെ പേര്, സ്ഥലത്തിൻ്റെ പേര് എന്തായിരുന്നു? കബൂബി എന്തൊരു സ്ഥലത്തിൻ്റെ പേര് എടപ്പള്ളിയിലുള്ളത് കേട്ടാ. ഇതേ ഇരിക്കണം ആ ഡിഷ് നോക്കിയൊക്കെ. അത് അപ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ട് അവന് ചോറ് തന്നെ വേണം. അതുകൊണ്ടാണ് ചോറ് ഓർഡർ ചെയ്തത് ഗൈസ്. അനിയൻ അൺബോക്സിങ് ആട്ടോ ചെയ്തിട്ട്. അത് എന്തുട്ടാടാ, കുറേ കറി ഉണ്ടല്ലോ. എൻ്റെ ദൈവമേ, ഇതൊക്കെ വേസ്റ്റ് ആവാനുള്ളതാ കേട്ടോ. ഒക്കെ വേസ്റ്റ് ആവാനുള്ളതാ. പെട്ട് നമുക്ക് ആകെ കൂടി ഇത് മാത്രം മതിയായിരുന്നു. എന്നിട്ട് ആദ്യം അൺബോക്സ് ചെയ്തിട്ട് പൊതിച്ചോറിൽ ഇതെന്തായിരുന്നു? അയില ഫിഷ്. നോൺ വെജ് ആണല്ലോ പറഞ്ഞേ. ഫിഷ് അതിൻ്റെ ഉള്ളിൽ ചിക്കൻ ഉണ്ടോ കഴിക്കാൻ? ഒരു പണി പറ്റി. ചിക്കനല്ല, ഫിഷായിരുന്നു വാങ്ങിയത്. നോൺ വെജ് ഫിഷ് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ച ഗൈസ്. പിന്നെ നോൺ വെജ് പൊതിച്ചോറാണ് കേട്ടോ. ചട്ടിച്ചോറെന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്താൽ, പക്ഷേ ചട്ടിച്ചോറ് ഇപ്പോൾ ഡെലിവറി ചെയ്യാൻ പറ്റില്ലല്ലോ സൊമാറ്റോയിൽ. അപ്പോൾ നോൺ വെജ് പൊതിച്ചോറ്, ഈ കറികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഫുഡ് എങ്ങനെയുണ്ട്? ചോറ് കഴിച്ചിട്ട് മുള്ളു നോക്കി കഴിച്ചോളോണ്ടാ. അവസാനം മുള്ളു കുത്തിരിക്കും. അപ്പോൾ അവൻ ഫുഡ് കഴിക്കട്ടെ, ഞാനും ഫുഡ് കഴിക്കട്ടെ കേട്ടാ. ഉച്ചകാലത്തെ ഫുഡ് ചോറ്. ഇനി രാത്രി ഞാൻ ആലോചിക്കട്ടെ, ഇവന് ബിരിയാണി വാങ്ങി കൊടുക്കണമെന്ന് കേട്ടോ. അവല്ല രാത്രി ഇവിടെ വന്ന് ചോറ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ പെടും എൻ്റെ അടുത്ത്. എന്തേ? അതുകൊണ്ട് ഇവൻ ചോറ് ആണ് ഇവൻ്റെ മുഖ്യമായിട്ടുള്ള സംഭവം കേട്ടോ. സോ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാൻ അത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. അനിയനെ വേറെ പണിയെടുപ്പിക്കാൻ വേണ്ടി ഞാൻ വിട്ടിരിക്കുകയാണ്. സ്റ്റേ ട്യൂൺ ഫോർ കിഡിലൻ വീഡിയോസ്. നമ്മളിവിടെ എത്തി നമ്മളിവിടുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ടുണ്ട്. കുറച്ച് VR ഗെയിമും കാര്യങ്ങളെല്ലാം കളിക്കണം. പിന്നെ റോക്ക് ക്ലൈമ്പിങ്, വാൾ ക്ലൈമ്പിങ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ബൗളിംഗ് എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവമുണ്ട് ഫണ്ടൂരയിൽ. പിന്നെ കൊച്ചി മെട്രോ കാരണം അങ്ങനെ കുറേ കിഡിലൻ വീഡിയോസ് വരുന്നുണ്ട്. നാളെ നമുക്ക് ഞായറാഴ്ച റേസ് ഉണ്ട്. ലൈഫിലെ 2ാമത്തെ റേസാണ് അറ്റൻഡ് ചെയ്യാൻ പോണത്. അങ്ങനെ കുറേ സ്പെഷ്യൽ വീഡിയോസ് വരാനുണ്ട്. ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് വരുന്നുണ്ട്. എല്ലാം വാഗ്ദാനങ്ങൾ ഞാൻ തരുന്നില്ല. ഇപ്പോഴത്തെ പൊളിറ്റീഷ്യന്മാരുടെ പോലെ വാഗ്ദാനം തരുന്നില്ല. സർപ്രൈസ് ആയിട്ട് ഓരോന്ന് വന്നുകൊണ്ടിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്.